ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ മർജാൻ ഐലൻഡ് ആട്ടോ. നമ്മളെ റാസൽ ഖൈമയിലുള്ള ഒരു അടിപൊളി ഐലൻഡായ മർജാൻ ഐലൻഡിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടേക്ക് പോകുമ്പോഴുള്ള എന്താ പറയുക, മനോഹരമായ കാഴ്ചകളും ബിൽഡിങ്ങുകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അവിടെ വലിയ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വരുന്നൊക്കെ ഉണ്ട്. പണിയൊന്നും പൂർത്തിയായിട്ടൊന്നുമില്ല. ഇത് കുറേ പൂർത്തിയായ കുറേ ബിൽഡിങ്ങുകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയിലാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് കുറേ കെട്ടിടങ്ങൾ ഇനി പണിയാൻ വേണ്ടിയിട്ട് അവിടെ പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയി ഏകദേശം ഐലൻഡിൽ എത്തി തുടങ്ങിയിട്ടോ. ഇതാ കുറേ സായിപ്പന്മാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടി വണ്ടിയൊക്കെ ഓടിച്ച് പോകണം, കണ്ടില്ലേ? എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം പാർക്കിങ്ങിൻ്റെ ഒക്കെ അടുത്ത് എത്താനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അല്ലുട്ടിയും ഞാനും അവിടെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ നമുക്ക് പോയിട്ട് നോക്കി നോക്കാം അല്ലേ. എന്താ നല്ല ഭംഗിയുണ്ടോ, അതോ എന്താണ് ഈ സംഭവം എന്ന് വെച്ചാൽ ന്യൂ ഇയറിനൊക്കെ വലിയ എന്തൊക്കെയോ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല രസമായിട്ട് കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയൊക്കെയോ സെറ്റപ്പുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എന്തൊക്കെയോ തുടങ്ങുന്നൊക്കെ ഉണ്ട്. നമ്മൾ പോയിട്ട് കാണുന്നൊന്നുമില്ല. ഇത് എന്തെല്ലോ ഏതിലേക്കൊക്കെയോ പോകണം. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ ഇത് കൂടെ നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ പാർക്കുകളും അതുപോലെ എന്താ പറയുക, കുറേ രാവിലെ മോർണിംഗ് വാക്കിങ്ങും അതുപോലെ എക്സസൈസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കുറേ സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഐലൻഡാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എത്ര എന്താ പറയുക, നല്ല രസമാണ് കാണാൻ വേണ്ടി. നല്ല ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു കാറ്റും അതുപോലെ നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു കുളിർമ, നമ്മളെ മനസ്സിനും ശരീരത്തിനൊക്കെ നല്ലൊരു കുളിർമ. ഇങ്ങനെ ഇത് നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അങ്ങോളുണ്ട്, ഇങ്ങോട്ട് നടക്കാനൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ മരങ്ങളും അതുപോലെ അത് സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കാണാനും കണ്ട് നടക്കാനും നമുക്ക് തന്നെ നല്ലൊരു രസമാണ് കേട്ടോ. അങ്ങ് നടന്ന് നമ്മൾ ഇങ്ങോളം നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലൊന്നും നമുക്ക് മതി വരില്ല, അത്രത്തോളം നല്ല രസമാണ്. അല്ലൂണോട് കുറേ നേരം ആ പാർക്കിൽ കളിച്ചോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആരും പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് അവൾക്ക് ഭയങ്കര നാണം, അവൾ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ഇപ്പുറ സൈഡിലേക്കൊക്കെ നടന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടി അങ്ങോട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ വലിയ പാർക്കൊന്നുമില്ല. ഇവിടെ ചെറിയ രീതിയിൽ അങ്ങോളം എന്തോ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുള്ളൂ. വേറെ പാർക്കും കാര്യങ്ങളൊന്നുമില്ല. പാർക്കൊക്കെ ഉള്ളത് അപ്പുറ സൈഡിൽ തന്നെയാണ്. പക്ഷേ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എത്ര കണ്ടാലും മതി വരില്ല. ഞങ്ങൾ കണ്ട് നടന്ന് ഇവിടെ നമ്മൾ എന്താ പറയുക, വന്നിരുന്ന് നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലേ എന്ത് രസമാണ് കാണാനില്ലേ. കുറേ ഏകദേശം ഈ സൈഡിൽ കുറച്ച് പേരൊക്കെ ഉള്ളൂ, അപ്പുറ സൈഡിനാണ് എല്ലാവരും ഉള്ളത് കേട്ടോ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഞങ്ങൾ വന്നതൊരു സന്ധ്യ നേരത്താണ് കേട്ടോ. അത് കൂടുതൽ വെയിലുള്ള സമയത്തൊക്കെ വന്നാൽ ഭയങ്കര വെയിലും ചൂടൊക്കെ ആയിരിക്കും. ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നല്ലപോലെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഞാൻ കുറേ നേരം അവിടേക്കൊക്കെ നോക്കി ഇങ്ങനെ നോക്കട്ടെ, ഈ കല്ല് വെച്ചിരിക്കുന്ന സെറ്റപ്പുകൾ എന്തൊക്കെയൊക്കെയാണെന്നൊക്കെ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഹല്ലോയിക്കൂടെയൊക്കെ ഓടി നടന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. കുറേ നടന്നു കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, എന്നാൽ നമുക്ക് പോയാലോ എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ. നമ്മൾ ചുറ്റി നടന്ന് കുറേ സ്ഥലമൊക്കെ കണ്ടു. ഏകദേശം ഇരുട്ടായി തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ കുറേ നേരം ഇരുന്നു, കുറേ നേരം വീഡിയോ എടുത്തു, ഫോട്ടോസ് എടുത്തു. അല്ലു കുറേ നേരം അയിലേക്ക് ഓടിക്കടന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടക്കാലോ വെച്ചപ്പോൾ അവിടെ വലിയ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ ഐലൻഡിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മർജാന ഐലൻഡ് എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തേക്ക് പോവാം നമുക്ക്. പോയിട്ട് അവിടെ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഇവിടെ വന്നതെന്ന് അറിയണമല്ലോ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ നടന്ന് അവിടെ നല്ല രസത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അല്ലൂട്ടിക്ക് വിശപ്പൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ വിശക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു കഫ്തീരിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കി, ഈ എഴുതി വെച്ച അവിടത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നേക്കാം കേട്ടോ. അപ്പോൾ അവിടെ അൽ മർജാന ഐലൻഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ നല്ലൊരു എന്താ പറയുക വ്യൂവും അതുപോലെ നല്ല ക്ലാരിറ്റിയും കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒന്നും കൂടി വീഡിയോ ഒക്കെ എടുത്ത് മൊത്തത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കെട്ടിടങ്ങളിലൊക്കെ ലൈറ്റ് വരാനൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഏകദേശം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ ഇനി പോവാലോ, റൂമിലേക്ക് പോവാലോ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് യാത്രയാവുകയാണ് കേട്ടോ. അപ്പോൾ ഈ വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും റാസൽ ഖൈമയിൽ വന്നാൽ ഈ ഐലൻഡിൽ പോയി കാണണം കേട്ടോ. നല്ല അടിപൊളിയൊരു ഐലൻഡാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും വരുന്നവരൊക്കെ വന്ന് പോയി കാണണം. എൻട്രൻസ് ഫീ ഒന്നുമില്ല കേട്ടോ. വെറുതെ നമുക്ക് കുറേ നേരം മക്കളെ കൊണ്ടൊക്കെ പോയാൽ എന്താ പറയുക, പോയി ഇരുന്ന് കുട്ടികളൊക്കെ കളിച്ചും അതുപോലെ നമുക്ക് കുറച്ച് നേരം റിലാക്സൊക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് പോവാം. നല്ലൊരു സ്ഥലമാണ് കേട്ടോ കാണാൻ പറ്റിയതും. അതിപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.